എനിക്ക് മീൻ ഇഷ്ടമാണെങ്കിലും ഞാൻ ക്യാൻഡ് ഫിഷ് അല്ലെങ്കിൽ ക്യാൻഡ് ട്യൂണയൊന്നും ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ക്യാൻഡ് ട്യൂണ കൂടുതലായിട്ടും വാങ്ങി തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ ഓർത്തത് ഇതിനൊട്ടും ടേസ്റ്റ് ഉണ്ടാവത്തില്ലെന്നാണ്. ഞാൻ എപ്പോഴും ഒരു റോസ്റ്റ് പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. പ്രാവശ്യം എനിക്കൊരു മണ്ടത്തരം പറ്റി. ഞാൻ ഒനിയനും ടൊമാറ്റോയും ഒരുമിച്ചിട്ടു. നോർമലി ആദ്യം ഒനിയൻ വരട്ടിയതിന് ശേഷമാണ് ടൊമാറ്റോ ഇടേണ്ടത്, എന്നാലേ ഒനിയൻ നന്നായിട്ട് വഴന്ന് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല, ഞാൻ റെഗുലറായിട്ട് വാങ്ങുന്ന ക്യാൻഡ് ട്യൂണ അല്ല ഇപ്രാവശ്യം വാങ്ങിയത്. ഇത് കുറച്ചുകൂടി പൊടി പോലെ ഉണ്ടായിരുന്നു. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്രോപ്പർ ട്യൂണ ചങ്ക്സ് ആയിട്ടായിരുന്നു കിട്ടിയത്. ബട്ട് ടേസ്റ്റ് ഒക്കെ സിമിലർ ആണ്. ഞാൻ ഈ ക്യാൻ ഓപ്പൺ ചെയ്യാൻ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്യാനിൽ തന്നെ കുറച്ച് ഓയിൽ ലീക്കായി. ബട്ട് സംഭവം ഞാൻ മാനേജ് ചെയ്തു. സോ ഇതുണ്ടാക്കാൻ ഞാൻ വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ആൻഡ് കുറച്ച് ഫിഷ് മസാല, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കിങ്ങനെ പ്രത്യേകിച്ച് അളന്നെടുക്കാൻ അറിയത്തില്ല. എൻ്റെ ഒരു കൈക്കണക്കിനാണ് ഞാൻ എല്ലാ പൊടികളും ആഡ് ചെയ്യുന്നത്. ബട്ട് ഇതുവരെ ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല. ഇതൊരു റോസ്റ്റ് പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണിത്. എന്നെ സംബന്ധിച്ച് ഇത് ഞാൻ മിക്കവാറും ഏതെങ്കിലും ഇടിയപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെയാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഞാനിത് അങ്ങനെ ഇതുവരെ കഴിച്ചിട്ടില്ല. പിന്നെ ഫിഷ് ആയതുകൊണ്ട് തന്നെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഈ കറി കൊണ്ടുപോകാറില്ല. കാരണം സ്മെല്ല് തന്നെയാണ്. ട്യൂണയ്ക്ക് കുറച്ചും കൂടി സ്ട്രോങ് സ്മെല്ലായതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും കൊണ്ടുപോകാറില്ല. കൂടെയുള്ളവർ പല നാഷണാലിറ്റീസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സ്മെല്ല് പിടിക്കണമെന്നില്ല. നമ്മുടെ നാടൻ ടൈപ്പ് കറികൾ, അധികം മസാലയുള്ള കറികൾ, ഇതുപോലെ ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിക്കവാറും ഞാൻ ഓഫീസിൽ കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ